ഹലോ ഒറ്റ മൈൻഡിൽ തലശ്ശേരി പോയിട്ട് ബിരിയാണി കഴിച്ചിട്ടാണ് മിസ് ചെയ്തത്. അങ്ങനെ എണിച്ചിട്ട് കഴിഞ്ഞിട്ട് ഡ്രസ് ഇട്ട് പുറത്ത് കഴിഞ്ഞു. മിസ്താവും താജിയതിരുന്നോണ്ട് സർപ്പ് ആക്കിയിരുന്നു. ഓൻ്റെ ഒക്കെ ഞാനും ഇരുന്നു. കാഞ്ഞങ്ങാട് കഴിയണം അങ്ങനെ മിസ്ത പുറത്ത് കഴിഞ്ഞിട്ട് അച്ചപ്പം വൈക്കൊണ്ടുവന്നു. അതൊരു ഒന്നൊന്നര അച്ചപ്പാഞ്ഞവ അച്ചപ്പോ അസർപ്പോ കിട്ടിയതൊന്ന് അങ്ങനെ തൈര് ചവിട്ടി വിട്ട് ഏടെങ്കിലും ലോങ് പോകുമ്പോ ഇത് ഉള്ളത് തന്നെ കാണുന്ന പെട്രോൾ പമ്പിലെല്ലാം കഴിഞ്ഞിട്ട് മൂത്രയിക്കും. അതൊരു മജൻ. പക്ഷെ ഞാനല്ല വയ്ക്കാൻ പോയത് മിസ്ത ചവിട്ടില്ലേ പിന്നെ നിർത്തിയത് നേരെ തലശ്ശേരി ഇത്തരണം തലശ്ശേരി പോയിട്ട് തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ട്. അതുകൊണ്ട് ഇന്ന് എന്തായാലും കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പാരീസ് ഹോട്ടലിലേക്ക് തന്നെ കയറി. പഴയ ഹോട്ടലായതുകൊണ്ട് ഹോട്ടലിൽ കാണാനൊന്നും പാങ്ങില്ല. പക്ഷെ ഫുഡ് ടോപ്പ്. പുറത്തുനിന്ന് കാണുമ്പോൾ നിരിച്ചിട്ടേ ഇത്ര ഉള്ളിൽ തിരക്കുണ്ടാവും. ഇരിക്കാനേ സ്ഥലം കിട്ടില്ല. അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ടേബിളും കസാലയും കിട്ടി. ഇരുന്ന പാടന്നെ വന്നിട്ട് ടപ്പന്ന് ക്ലാസും പ്ലേറ്റിലും കൊണ്ടുവന്നു. നമ്മ 4 ചിക്കൻ ലഗോൺ ബിരിയാണി നെയ്ച്ചോറ് അല്ലാണ്ട് വേറെ എന്തോ ഇല്ലാതെ ഞാൻ ഓർഡർ കൊടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞ പാടന്നെ സാധനത്തി ചൂട് ചിക്കൻ ബിരിയാണി കയ്യിൽ വെച്ചിട്ട് ഒറ്റ പാടുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി, നല്ല പീസ്, നല്ല ടേസ്റ്റ്. സംഭവം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിലാണ് ഈ ബിരിയാണി ഉള്ളത്. 200 രൂപയാണ് ഒരു ബിരിയാണിക്ക് വരുന്നുള്ളത്. 800 രൂപയായി. നല്ല അഫോർഡബിൾ പ്രൈസ്. നമുക്ക് നല്ല മജ ആളുകൾ ബേച്ചിട്ട് പുറത്തേക്ക് ചെയ്യണമെങ്കിൽ താരി പറഞ്ഞ് നമുക്ക് കുത്തേക്കാന്നില്ല. നോക്കാം ബേച്ചിട്ടല്ല പ്രഷർ ഡൗൺ ആയത്. അപ്പുറമുള്ള കൂടി ഒരു സോഡ ലൈമ് കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മൾ സമോസ സെറ്റ് അങ്ങനെ എടുത്തോളം വന്നല്ലോ. ജസ്റ്റ് ഒന്ന് ഗ്രാഫിറ്റി ആർട്ട് സ്ട്രീറ്റിലേക്ക് ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഇത്താൻ്റെ അടുത്ത് കുറച്ച് ഉപ്പിലിട്ട് മേങ്ങിട്ട് നമ്മ നേരെ പോയത് ധർമ്മടം ബീച്ചിലേക്ക്. അവിടെ കാണാനും വലിയൊന്നും ഉണ്ടായിട്ടാ. പക്ഷെ നമ്മ ഇങ്ങനെ പോയത് നല്ല ശാന്തിയും സമാധാനമുള്ള ബീച്ച് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളമാറിലെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഒരൊറ്റ ചവിട്ട് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും. അങ്ങനെ പുള്ളമാർ തല്ലുകൊണ്ടിട്ട് ആട് പേയും തടിച്ച പോകുന്ന വഴിക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ നിർത്തിയത്. പക്ഷെ കുടിച്ച ചായ അല്ല 4 വിത്തൗട്ട് ഹോർലിക്സ്. ഏത് ലൈഫ് അംബാനി ലൈഫ്. കണ്ണൂർ ബോംബാ കുറേ നല്ല വെറൈറ്റി കടിയെല്ലാം ഉണ്ടായി. ഉന്നക്കായി ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചായ കുടിയും വൈബും കഴിഞ്ഞു. അപ്പുറത്തും പോയിട്ട് ചെക്കൻക്ക് അതിലെ കോക്ടെയിൽ കുടിക്കണോ നീ എന്നിട്ട്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടോ ഇത് എന്തൊരു ഇത്. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് സ്റ്റോറിയിലുണ്ട്. എല്ലാവരും പോയിട്ട് ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ആക്കിയത്. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.